വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും അവർ കാണിക്കുന്ന വിധേയത്വവും അച്ചടക്കവും അനുസരണവും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ. അതേ അവസരത്തിൽ ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായിട്ടില്ലാത്ത മുനാഫിക്കുകൾ അവർ അവരുടെ വാക്കുകളിൽ മാത്രം അവരുടെ വിശ്വാസത്തെ ഒതുക്കുമെന്നും എന്നിട്ട് ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലുമൊക്കെ വിശ്വസിച്ചവരാണ്, അനുസരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുകയും എന്നാൽ അവരവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്ന ഇരട്ട മുഖമാണ് അവർക്കുള്ളത് എന്ന് കഴിഞ്ഞ വചനങ്ങളിലൂടെ അല്ലാഹു തആല കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചു കഴിഞ്ഞു. അവർക്ക് അവരുടെ താൽപ്പര്യം നടക്കുമെന്ന് കണ്ടാൽ മാത്രമേ അവർ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും വിധി തേടി പോവുകയുള്ളൂ, അല്ലെങ്കിൽ ആ വിധിക്ക് കീഴ്പ്പെടുകയുള്ളൂ എന്നും അവരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകും എന്ന് കണ്ടാൽ പ്രവാചക സദസ്സിലേക്ക് വരുവാനോ അവിടെ വിധി അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിയെ അനുസരിക്കുവാനോ അവർ തയ്യാറാവുകയില്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. അവരെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത് അഫീ ഖുലൂബിഹിം മറദുൻ. 2-3 കാരണങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ആയത്തിൽ മുനാഫിക്കുകൾ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ അവർക്കുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഇവിടെ അല്ലാഹു തആല എടുത്ത് ചൂണ്ടിക്കാണിച്ച് അവരോട് ചോദിക്കുന്നത്. അഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ടോ മറദുൻ, വല്ല രോഗവുമുണ്ടോ? അവർ പിന്തിരിഞ്ഞു കളയുമെന്നാണല്ലോ തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, അഥവാ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിൽ വിധി പറയേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമാണ് എന്ന് അവരെ അതിലേക്ക് ക്ഷണിച്ചാൽ അവർ പിന്തിരിഞ്ഞു കളയും അവരിലൊരു വിഭാഗം എന്നാണല്ലോ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു തആല നമ്മെ അറിയിച്ചത്. എന്താ അതിനുള്ള കാരണം? 2-3 കാരണങ്ങളാവാനേ നിവൃത്തിയുള്ളൂ. അതെന്താ? അഫീ ഖുലൂബ് എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. അഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ? ഖൽബിന്റെ ബഹുവചനമാണ് ഖുലൂബ്. അവരുടെ ഹൃദയങ്ങളിലുണ്ടോ മറദുൻ, വല്ല രോഗവും? അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അങ്ങനെ ഹൃദയത്തിന് രോഗം ബാധിച്ചവരാണോ അവർ? അമിർതാബു അം, അതല്ലെങ്കിൽ ഇർതാബു, അവർ സംശയത്തിലാണോ? ഇർതാബ, സംശയത്തിലായി. റൈബ്, സംശയം, നമുക്കെല്ലാം സുപരിചിതമായ പദമാണ് റൈബ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അല്ലേ? റൈബ്, സംശയം, അതിൽ നിന്നുള്ളതാണ് ഇർതാബ, സംശയത്തിലായി. അം, അതല്ലെങ്കിൽ ഇർതാബു, അവർ സംശയത്തിലായിരിക്കുകയാണോ? അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അവിടെ ചേർത്ത് വായിക്കുമ്പോൾ അം ഇർതാബു എന്നല്ല വായന, മറിച്ച് മീമിൻ്റെ സുക്കൂന് മാറ്റി കസർ കൊടുത്തിട്ടാണ് വായിക്കുന്നത്. അമിർതാബു, അമിർതാബു, അവർ സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണോ? അവർക്ക് വല്ല സംശയവും പിടിപെട്ടിരിക്കുകയാണോ? ഇനി 3-മത്തെ കാരണം അം, അതല്ലെങ്കിൽ യഖാഫൂന, അതോ യഖാഫൂന, അവർ ഭയപ്പെടുകയാണോ? ഖാഫ യഖാഫു, അവർ ഭയപ്പെടുകയാണോ? അയ്യഹീഫല്ലാഹു, അല്ലാഹു അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന്. അയ്യഹീഫല്ലാഹു, അല്ലാഹു അനീതി പ്രവർത്തിക്കുമെന്ന്. ഹാഫ യഹീഫു, അനീതി പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അയ്യഹീഫല്ലാഹു, അല്ലാഹു അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? അലൈഹിം, അവരുടെ മേൽ. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും. അപ്പം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലൊക്കെ ഇവരോട് അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ?
ഇതൊന്നുമല്ല പ്രശ്നം. ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, അതാ അവരുടെ പ്രശ്നം. ബൽ എന്നാൽ വാസ്തവത്തിൽ അവർ തന്നെയാണ്, അക്കൂട്ടർ തന്നെയാണ് ആര്? അല്ലാലിമൂൻ, അക്രമികൾ. അവരാണ് അക്രമികൾ. ഇവിടെ എന്താണ് സഹോദരങ്ങളെ അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്ന മുന്നറിയിപ്പ്? നമ്മൾ ശരിക്കും ഗൗരവത്തോടുകൂടെ കാണേണ്ട കാര്യങ്ങളാണിതൊക്കെ. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നിയമങ്ങൾ എല്ലാ അവസരങ്ങളിലും പാലിക്കാൻ കടപ്പെട്ടവരാണ് വിശ്വാസികൾ. അതവർക്ക് ഉന്മേഷമുള്ളപ്പോഴാവട്ടെ താല്പര്യക്കുറവുള്ളപ്പോഴാവട്ടെ ഏതവസരത്തിലും അവരത് പാലിക്കണം. തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് എതിരായാലും അനുകൂലമായാലും പാലിക്കണം. അതും തന്നെ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം, പാലിക്കണം. പക്ഷേ മുനാഫിക്കുകൾക്ക് അതിന് കഴിയുന്നില്ല. ആ മുനാഫിക്കുകളിൽ നമ്മൾ പെടുന്നുണ്ടോ? എന്താണ് ഈ മുനാഫിക്കുകൾക്ക് അതിന് കഴിയാതെ പോകാൻ? അള്ളാഹു അവരോട് ചോദിക്കാണ്. 3 കാരണങ്ങളാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ 3 അവസ്ഥ പറയുന്നുണ്ട്. അതെന്താ? ഒന്ന് പറഞ്ഞത് അഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ ഹൃദയങ്ങളിൽ വല്ല അസുഖവുമുണ്ടോ? അതുണ്ടാവുമല്ലോ, ഹൃദയങ്ങളിൽ അസുഖമുള്ളവരാണല്ലോ ഈ രൂപത്തിലുള്ള നയം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും കാണിക്കുക. ഹൃദയങ്ങളിൽ അസുഖം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന് രോഗം ബാധിക്കുക ഏതൊക്കെ മുഖേനയാണ്? കുഫർ, നിഫാഖ്, ഇതൊക്കെയാണ് ഹൃദയത്തെ ബാധിക്കുന്ന മാനസികമായ രോഗങ്ങളിൽ അതികഠിനമായത്. പിന്നെ വേറെയും ഒരുപാട് രോഗങ്ങൾ ബാധിക്കും. ഹസദ്, അസൂയ, കിബർ, അഹങ്കാരം, ഉജ്ബ്, തന്നെപ്പൊക്കൽ, അതാണ് താൻ പോരിമ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളുടെ പ്രത്യേകമായ നന്മയിൽ അവരുടെ വളർച്ചയിൽ കാണിക്കുന്ന അസൂയ. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരുടെ നന്മകളെ വടിച്ച് നശിപ്പിച്ച് പോക്കിക്കളയുന്ന തിന്മയാണല്ലോ അതൊക്കെ. അങ്ങനെ പല രൂപത്തിലുള്ള അസുഖങ്ങൾ ഹൃദയത്തിന് ബാധിക്കും. അതിലേറ്റവും മാരകമായ രോഗമാണ് നിഫാഖും അതുപോലെ തന്നെ കുഫറുമൊക്കെ. അപ്പം അവരുടെ ഹൃദയങ്ങളിൽ അങ്ങനെ വല്ല അസുഖവുമുണ്ടോ? അങ്ങനെയുള്ളവർക്കല്ലേ അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിയമങ്ങളോട് ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയുള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അതിന് കഴിയൂലല്ലോ. ഹൃദയം മരീളായ കൽബല്ലാത്ത ഹൃദയം സലീമായ കൽബാണ്. ഹൃദയം സലീമായ കൽബ്, മരീളായ കൽബ്, മയ്യിത്തായ കൽബ്, അങ്ങനെ 3 ഉണ്ട്. ഒന്ന് നല്ല ആരോഗ്യമുള്ള ഹൃദയം. അതെന്താ? നല്ല ഈമാനുണ്ട്, നല്ല ഉറച്ച നല്ല രൂപത്തിലുള്ള ചിന്തയാണ്, തഖ്വയുണ്ട്, അള്ളാഹുവിൻ്റെ നിയമങ്ങളോടൊക്കെ വിധേയത്വമുണ്ട്, അച്ചടക്കമുണ്ട്, അനുസരണമുണ്ട്, കാപട്യമില്ല, ഹസദില്ല, കിബിറില്ല, ഉജ്ബില്ല, റിയാ എന്ന് പറയുന്ന മറ്റുള്ളവരെ കാണിക്കുവാനെന്ന നിയ്യത്തുകളില്ല, സമ്പൂർണ്ണ ഇഖ്ലാസോടുകൂടിയൊക്കെ ജീവിക്കുന്ന നല്ല ഹൃദയം. ഇത് സലീമായ ഹൃദയമാണ്. ഇവർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത നാളാണത് പരലോകം. മഹ്ശറിൽ സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നെത്തിയവനല്ലാതെ. ഏത് മുഖേന? എന്തും കൊണ്ട്? ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായി. അപ്പം രക്ഷപ്പെട്ട ഹൃദയം, നല്ല ആരോഗ്യമുള്ള ഹൃദയം അതാണ്. ഇനി ആ ഹൃദയത്തിന് മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താൽ, തെറ്റുകൾ കാരണത്താൽ അവനിലുണ്ടാകുന്ന പല വിധത്തിലുള്ള അറിവില്ലായ്മകളും അവിവേകങ്ങളും ഒക്കെ കാരണത്താൽ അങ്ങനെയാണല്ലോ ആ ഹൃദയത്തിന് അസുഖം ബാധിക്കും, പുഴുക്കുത്തുകൾ ബാധിക്കും. അങ്ങനെ അസുഖങ്ങളിലാകും. അതാണ് ഫീ ഖുലൂബിഹിം മറളുൻ എന്ന് മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വളരെ വിശദമായിട്ടാണല്ലോ പറയുന്നത്. ഏറ്റവും അപകടകരമായ വിഭാഗമാണ് മുനാഫിക്കുകൾ. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല അതിൻ്റെ ആദ്യ ഭാഗത്ത് 3 കൂട്ടരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യം വിശ്വാസികളെ പറഞ്ഞു, അവരുടെ ഗുണങ്ങൾ പറഞ്ഞു. രണ്ടാമത്തത് കാഫിറുകളെ കുറിച്ച് അധികമൊന്നും പറഞ്ഞില്ല, 1-2 ആയത്തുകളിൽ മാത്രം അവരെ ഒതുക്കി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകൾ നിറയെ ആരെക്കുറിച്ചാണ് പറയുന്നത്? മുനാഫിക്കുകളെ കുറിച്ച്. കാരണം വളരെ ഗൗരവമാണ്. കാരണം കാഫിറായിട്ട് നിൽക്കും, അവൻ്റെ ഷർറ് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതേ അവസരത്തിൽ കാഫിറട്ടായിട്ടില്ല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്ന്
ഫിത്നയുണ്ടാക്കുന്ന, അങ്ങനെ ആ വിധത്തിലുള്ള മുസ്ലിമീങ്ങളോട് ഒട്ടി നിൽക്കുന്ന ശത്രുവാണ് മുനാഫിക്ക്. അവനെ തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ സൂറത്തുൽ ബഖറയിലെ, സൂറത്തു തൗബയിലെ, സൂറത്തുൽ മുനാഫിഖൂനിലെ ഒക്കെ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അത്ര ഗൗരവമാണ്. അപ്പം ഇതൊരു അസുഖമാണ്, നിഫാഖിൻ്റെ അസുഖം. അള്ളാഹു ചോദിക്കാണ്, അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നിയമങ്ങൾ അനുസരിക്കാൻ യഥാർത്ഥത്തിൽ നല്ല രക്ഷപ്പെട്ട ഹൃദയമുള്ള ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഇവരെന്താ പിന്തിരിയാൻ കാരണം? ഒരു കാരണം അല്ലാഹു ചോദിക്കുന്നു, അഫീ ഖുലൂബിഹിം മറളുൻ, ഈ സത്യം സ്വീകരിക്കാൻ നിങ്ങൾക്ക് തടസ്സം എന്താ? അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ?